ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ 2 പാമ്പുകളെയാണ് എൻ്റെ ബ്രദറും അമ്മയും ഒക്കെ കണ്ടതും അതുപോലെ തന്നെ പിടിച്ചതും. There you go, Anali number 1, Anali baby number 2. Can you believe that? Like actual viper. എൻ്റെ മുഖത്തേക്കിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു അല്ലേ? I don't know, പ്ലാസ്റ്റിക്കിനുള്ളിൽ കൂടെ ഒക്കെ പോയിസം പുറത്ത് വന്നാലോ. നീ അണലിയുടെ പുറകെ ഓടിയോ? അണലിയുടെ എന്റെ ഉള്ളിൽ ഇപ്പൊ അണലി. But they're beautiful animals, I must say. I think they are so beautiful. Hey, Loki! Hello everyone, welcome back to my channel. So ഞാൻ ആക്ച്വലി എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഓടി എൻ്റെ വീട്ടിലേക്ക് എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ആൻഡ് ഇറ്റ് വാസ് എൻ എമർജൻസി. ഈ എമർജൻസി കേട്ടപ്പം നിങ്ങളുടെ അടുത്തും ഇതൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ആസ് യു കൻ സീ, ഇത് എൻ്റെ അമ്മയുടെ വീടാണ്. കുറേ ചെടികൾ കൊണ്ട് നിറഞ്ഞ പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു ലിവിങ് ആംബിയൻസ് ആണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് ആറ്റ് ഓൾ. ആൻഡ് ചുറ്റും നോക്കുകയാണെങ്കിലും കുറേ ചെടികളുണ്ട്. സോ ആസ് യു കൻ സീ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴി. കുറച്ച് വീടുകളുണ്ട് അപ്പുറത്തിപ്പുറത്ത്. ആൻഡ് മഴക്കാലം ആയതുകൊണ്ട് ഈ തൊട്ടപ്പുറത്തുള്ള ഞങ്ങൾ വണ്ടി ഇടുന്ന പറമ്പ് ഇപ്പം ഓവർഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ പ്രോബ്ലം ഈസ് ദാറ്റ് ഈ പറമ്പിൽ കുറേ മൃഗങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഡോഗ്സ് ഇവിടെ അവരുടെ ബ്രേക്കിന് വേണ്ടി വരുമെന്നത് മാത്രമല്ല, ദർ ആർ ലോട്ട് ഓഫ് ലൈക്ക് ദീസ് കാട്ടിൽ കാണുന്ന പൂച്ചീസൊക്കെ. ആൻഡ് ഏറ്റവും വലിയ ത്രെറ്റ് എന്താണെന്ന് അറിയാമോ? ദർ ആർ എ ലോട്ട് ഓഫ് സ്നേക്സ്. കുറേ പാമ്പുകൾ പാർക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഇത്. സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഈസ്, എല്ലാ വർഷവും ഈ മഴക്കാലമൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ എൻ്റെ വീട്ടിൽ ഈ പറമ്പിൽ നിന്നും കുറേ പാമ്പുകൾ വിസിറ്റേഴ്സ് ആയിട്ട് വരും. സോ എവറി ഇയർ യൂഷ്വലി ഒന്നെങ്കിൽ ചേര വരുമ്പോൾ വി ആർ ഓക്കെ അബൌട്ട് ഇറ്റ് ബിക്കോസ് പോയ്സണസ് അല്ല. അവർ വരും, അവരുടെ ട്രിപ്പൊക്കെ നടത്തി അവർ പോവും. പക്ഷേ അണലി വൈപ്പേഴ്സും എല്ലാ വർഷവും തെറ്റിക്കാതെ എൻ്റെ വീട്ടിലെ വിസിറ്റേഴ്സായി എത്താറുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വെരി വെരി സ്കെയറി ബിക്കോസ് ആസ് യു നോ, എൻ്റെ വീട്ടിൽ മനോഹരമായ 4 പട്ടിക്കുട്ടികളുണ്ട്. ടോപ്പ് വ്യൂ നോക്കൂ, പുറത്തേക്ക് ചാടാൻ വേണ്ടി ഇരിക്കുന്ന 4 പേര്. കഴിഞ്ഞ 2-3 വർഷം മുമ്പ് എൻ്റെ റിക്കിയെ അണലി കടിച്ച് വലിയൊരു ഇഷ്യൂ ഞങ്ങൾ ഫേസ് ചെയ്തിരുന്നു. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് റിക്കിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. ഡയാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ചെന്നൈ വരെ കൊണ്ടുവന്നിരുന്നു. ഞാൻ റിക്കിയുടെ സ്റ്റോറി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അണലി വീട്ടിൽ വരുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി സ്കെയറി ഫോർ ഓൾ ഓഫ് അസ്. നിങ്ങൾക്കൊക്കെ അതിൻ്റെ ചിലപ്പം അനുഭവം ഉണ്ടാവാം, എസ്പെഷ്യലി ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ സ്ഥലത്തിൽ താമസിക്കുമ്പം, നേച്ചറിന് നടുക്ക് താമസിക്കുമ്പോൾ അതിൻ്റെതായ റിസ്ക്സും അസോസിയേറ്റഡ് ആണ്. സോ എനിവേ, ഞാൻ ബേസിക്കലി പറഞ്ഞു വന്ന കാര്യം, ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ 2 പാമ്പുകളെയാണ് എൻ്റെ ബ്രദറും അമ്മയും ഒക്കെ കണ്ടതും അതുപോലെ തന്നെ പിടിച്ചതും. നൗ ഇറ്റ്സ് വെരി വെരി സ്കെയറി. വാട്ട് ഡു ഐ സേ? I don't know what to say. Let me show you. അണലിയാണ്, പോയ്സണസ് ആണ്. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് പോയ്സണസ് ടൈപ്സ് ഓഫ് സ്നേക്സ് ഔട്ട് ദെയർ. ബേബി അണലീസ് ആണ്, കൊച്ചു വാവകളാണ്. ആദ്യം ഒരെണ്ണത്തിനെ പിടിച്ചു, അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് അമ്മ വീണ്ടും വിളിച്ച് പറഞ്ഞു, അയ്യോ ദേ വേറെ അണലി, ഞാൻ ചവിട്ടാൻ പോയിന്ന്. സോ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, ബിക്കോസ് ഇതൊരു റെഗുലർ അഫെയർ ആയി മാറിയിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ദി എമർജൻസി. ആസ് എ പോളിസി, ഐ ഡോണ്ട് ബിലീവ് ഇൻ കില്ലിംഗ് സ്നേക്സ് ഓർ എനി ആനിമൽസ്. അവരുടെ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും വീടുകളിലേക്ക് വരുന്നത്. സോ അവരെ കൊല്ലുന്നതിന് പകരം അവരെ പിടിച്ച് ഫോറസ്റ്റ് ഓഫീഷ്യൽസിന് കൈമാറുക എന്നതാണ് എൻ്റെ ഒരു അപ്രോച്ച്. എൻ്റെ മാത്രമല്ല, എൻ്റെ കുടുംബക്കാരുടെ എല്ലാവരെയും. എന്നാലും അണലി വീട്ടിൽ വരുന്നു എന്ന് പറയുമ്പം ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്. ഇപ്പം ആസ് യു കൻ സീ, ഞങ്ങളുടെ ചെടികളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാപ്പറ്റിൻ്റെ താഴെയായിരുന്നു ഒരാളെ കിട്ടിയത്, ഒരെണ്ണം സ്റ്റെപ്പിലും. സോ ഇപ്പോൾ ഈ ചെടികളൊക്കെ മാറ്റി ആ സ്ഥലത്തുനിന്ന് ഇപ്പുറത്തേക്ക് ആക്കിയാൽ കുറച്ചുകൂടെ ഇവരെ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കുമല്ലോ എന്നതാണ് ഞങ്ങളുടെ ഒരു തോന്നൽ. ബട്ട് കം, ലെറ്റ് മീ ഷോ യു ഞങ്ങളുടെ ലേറ്റസ്റ്റ് വിസിറ്റേഴ്സ്. ലോക്കി ഓക്കെ, ഐ എം റിയലി സോറി. ഞാൻ ഗേറ്റ് തുറന്നപ്പോൾ ഉടനെ എൻ്റെ എല്ലാ പട്ടികളും ഓട്ടം പുറത്തേക്ക് പോയി. അവിടെ വേറെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. ടോട്ടൽ ഡ്രാമയായിരുന്നു. അവരെ തപ്പി അവരുടെ പുറകെ ഓടി പിടിച്ചുകൊണ്ട് വരലായിരുന്നു ലാസ്റ്റ് 10 മിനിറ്റ്സ് ഞങ്ങളുടെ ജോലി. ലോക്കിക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്, റിക്കിക്കും കിട്ടിയിട്ടുണ്ട്. വലിയ ഡോഗ്സ് ആണ്, അഫ്കോഴ്സ് ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ ഡോഗ്സ് ആണ്. എന്നാലും ദേ ലൈക്ക് ജർമ്മൻ ഷെപ്പേർഡ്സ് ആൻഡ് ഹ്യൂജ് ഡോഗ്സ് ആണ്. ഈ ചെറിയ ഷിറ്റ്സൂസ് ഒക്കെ അവരുടെ മുന്നിൽ പോയാൽ ഇറ്റ്സ് ലൈക്ക് നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ബാക്കി 2 എന്തേ പറഞ്ഞ കേൾക്കാതെ ഇവിടെ തന്നെ നിൽക്കൊണ്ട് കരാത്ത റിയോ അതോ ഗോ ഇൻസൈഡ്.
Oof, Rio. Oof. He is the dirtiest dog I know. ഇത്രയും അഴുക്ക് വച്ച കൊച്ചിനെ എനിക്ക് അറിയത്തില്ല. നീ പുറകോട്ട് വിടുവാടാ, നീ പുറത്ത് വിടുവാടാ, പുറത്ത് വിടുവാടാ. എനിവേ ബാക്ക് ടു ദ മാറ്റർ അറ്റ് ഹാൻഡ്. ഇന്നലെ രാത്രി എൻ്റെ ശ്രീകുട്ടൻ പിടിച്ച് കുപ്പിയിലാക്കിയ ആ 2 അണലി കുഞ്ഞുങ്ങളെ കാണാൻ സമയമായി. ചോട്ടു ഓ ലായക. സോ ദെയർ യു ഗോ. 2 പ്ലാസ്റ്റിക് കുപ്പിയിൽ ഓട്ടയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ അവരെ ഇപ്പം സേഫ് കീപ്പിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്നത്. There you go. Anali number 1, Anali baby number 2. Take a look at this guy. ഉറക്കമാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ബേസിക്കലി അണലികളെ ഹാൻഡിൽ ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇവൻ്റെ വാലിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. കുറച്ച് ഡാമേജ്ഡ് ആണ്, അതുകൊണ്ട് കുറച്ച് അഗ്രസീവ് ആണ് അല്ലേ? ഹീസ് ദി അഗ്രസീവ് വൺ. കുറച്ച് അഗ്രസീവ് ആണ്. കണ്ടോ, വേദന ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ 2 പേരും ഓൾമോസ്റ്റ് ഒരേ സൈസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ സിമിലർ സൈസസ് ആയതുകൊണ്ട് അവരൊരു പക്ഷേ വലിയൊരു അണലി പെറ്റ മക്കളാണെന്ന് ഒരു സംശയം കൂടെ ഉണ്ട്. സോ യാ, ഇറ്റ്സ് റിയലി സ്കാരി. എൻ്റെ വീട്ടിൽ റെഗുലർലി നടക്കുന്നൊരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ വലിയ സൈസിലുള്ള അണലി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ റാറ്റ് സ്നേക്സ് കിട്ടിയിട്ടുണ്ട്. പപ്പു ചോട്ടുയുടെ ബ്രദറാണ് പിടിക്കാറുള്ളത്. എന്നിട്ട് ഞങ്ങൾ അതിനെ എവിടെയെങ്കിലും കൊണ്ട് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഒഫീഷ്യൽസിനെ വിളിക്കും. വിദ്യാരാജു എന്ന് പറയുന്ന ആൻറ്റിയുണ്ട്, ആൻറ്റി വന്നിട്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട്. സോ അങ്ങനെ പരിചയമുള്ള ആൾക്കാർ അതാണ് ചെയ്യുന്നത്. പക്ഷേ കുറേ ആൾക്കാർ ഇവരെ പിടിച്ച് കൊല്ലും, വിച്ച് ഐ എം നോട്ട് ഫോർ. ബിക്കോസ് ഇവർ ആക്ച്വലി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത്. ഇവർ വാട്ട് ഡു ഐ സേ, അവർക്ക് അൺകംഫർട്ടബിൾ ആയ ഒരു എൻവയൺമെൻറ്റ് വരുമ്പോഴാണ്, മഴ കൂടുമ്പോൾ അല്ലെങ്കിൽ ചൂട് കൂടുമ്പോൾ തണുപ്പിന് വേണ്ടി മാർബിൾ ടൈൽ ഫ്ലോർ അവിടേക്കൊക്കെ വരുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ കുറേ ടെക്നീക്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഗാർലിക് വെക്കുക, ഡീസൽ ഒഴിക്കുക, മണ്ണെണ്ണ ഒഴിക്കുക, ഈ പാമ്പുകൾ വരാതിരിക്കാനുള്ള ചെടികളുണ്ട്, അതൊക്കെ നട്ട് നോക്കിയിട്ടുണ്ട്. ബട്ട് നൺ ഓഫ് ദാറ്റ് ഹാസ് വർക്ക്ഡ് അറ്റ് ഓൾ. I mean, this is absolutely insane. It's so scary. Can you believe that? Like actual viper. സോ കുറേ വാവാ സുരേഷ് ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു. ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. റോ എഗ്സ് കൊടുക്കാം, ഫിഷ് കൊടുക്കാം എന്നൊക്കെ കേട്ടു. ബട്ട് വി റിയലി സ്കേർഡ് ടു ബി ഓണസ്റ്റ്. സോ ബേസിക്കലി ഞങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഫോറസ്റ്റ് ഒഫീഷ്യൽസിനെ വിളിച്ചു. കോടനാട് ഒരു റെസ്ക്യൂ സെൻറ്ററുണ്ട്, ടീമുണ്ട്. കുറേ പേരെ വിളിച്ചിട്ടാണ് നമ്പർ കിട്ടിയത്. സോ അവരിപ്പോൾ ഓൺ ദ വേ ആണ്. ഇവരെ കൊണ്ടുപോയിട്ട് ഇവർ റിലീസ് ചെയ്യും ഇൻ എ ജംഗിൾ ഓർ എ ഫോറസ്റ്റ് ഏരിയ എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. സോ യാ, ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻഡ് ലാസ്റ്റ് നൈറ്റ്. സോ ഞങ്ങളുടെ പാമ്പുകളെ കണ്ടുപിടിച്ചത് എൻ്റെ അമ്മയാണ് രാത്രി. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊന്ന് പറയുമോ? രാത്രി ഞാൻ വേസ്റ്റ് കളയാൻ വേണ്ടി പുറത്തേക്ക് വന്നത്. പട്ടികളെ കൊണ്ട് രാത്രി നടക്കാൻ പോകും. അപ്പം നടക്കാൻ എല്ലാം ഉണ്ട്, കൊതുവൊക്കെ ഉണ്ട് ഇവിടെ, ഇത്രയും ചെടിയുള്ളത് കൊണ്ട് നല്ല കൊതു. പറ. എന്നിട്ട് നടക്കാൻ അവനെ കൊണ്ടുപോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നേരം 2 ചവിട്ടി അവിടെ ഇട്ടുണ്ട്. അതുങ്ങൾ 2 പേര് ഏതുവരെ നടക്കാം. അപ്പൊ അതിലേക്ക് കാലെടുത്ത് വെക്കാം. എങ്ങനെ കണ്ടു അത്? എന്റെ ഉള്ളിൽ ഇപ്പൊ അണലി. സോ ആദ്യത്തെ പാമ്പിനെ കണ്ടത് ശ്രീകുട്ടനല്ലേ? ശ്രീകുട്ടാ, എങ്ങനെയാ കണ്ടേ? എവിടെ പോവാ? ഇങ്ങോട്ട് വാ. എങ്ങനെയാ കണ്ടേന്നൊന്ന് പറയോ? ഹൗ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? വെയർ ഡിഡ് യു ഫൈൻഡ് ഇറ്റ്? അപ്പം സ്റ്റെപ്പിലുണ്ടായിരുന്നു. എങ്ങനെ കണ്ടു? ലൈറ്റ് ഉണ്ടായിരുന്നു. ഓ ലക്കി. സോ ഉടനെ തന്നെ യു ടോൾഡ് അമ്മ? ഉടനെ തന്നെ ഞാൻ അമ്മേനെ ഫോൺ വിളിച്ച് പറഞ്ഞു അണലി കണ്ടെന്ന്, ജനൽ അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് പിടിച്ചു. എന്നിട്ട് ചോട്ടുവിനെ വിളിച്ചിട്ട് പാത്രം എടുത്തിട്ട് a stick and we put it in. Was it your first snake catching experience? Yeah, that was the first. That was the first. പക്ഷേ immediately second chance കിട്ടിയല്ലേ? എന്നെ വിളിച്ചിട്ട്, എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു, അയ്യോ മോളെ അണലിനെ പിടിച്ചു, ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. ഐ സെഡ് ഡോണ്ട് വറി, നമുക്ക് ഫോറസ്റ്റ് ഒഫീഷ്യൽസിനെ വിളിക്കാം, ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അടുത്ത 10 മിനിറ്റിൽ അമ്മ വീണ്ടും വിളിച്ചു. അമ്മ പിന്നെ അമ്മയാണ് കണ്ടത്. അമ്മ എങ്ങനെയാ കണ്ടത്? ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇവളുടെ കണ്ടുപിടിച്ചല്ലോ. അപ്പൊ നമ്മള് ബോട്ടിലാക്കി. എന്റെ വിചാരം അതെടുത്ത് പുറത്തേക്ക് വന്നാ. ഓ, അമ്മ ഈ 2ാമത്തെ അണലിനെ കണ്ടപ്പോ അമ്മ വിചാരിച്ചു ഈ അണലി രക്ഷപ്പെട്ടതാണെന്നോ? ഉടനെ തന്നെ വരും ഞാൻ വിചാരിച്ചില്ല. പിന്നെയാണ് പാമ്പ്. പക്ഷെ ഇറ്റ്സ് വെരി സ്കാരി നോ, പാമ്പ് വീട്ടിൽ വരാന്ന് പറഞ്ഞാല്. നമ്മുടെ വീട്ടിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് പാമ്പ് കഴിഞ്ഞ കുറെ വർഷങ്ങളില്? 4 പ്രാവശ്യം. ഒരു പ്രാവശ്യം ഞാനും അമ്മയും സോഫിയയിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ താഴെ വലിയക്കാട്ടൊരെണ്ണം. ഇത് ഒരു പ്രാവശ്യം ഈ വൈപ്പർ തന്നെ കുഞ്ഞതായിരുന്നു, പ്രസവിച്ച ഉടനെ കണ്ടോ. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്റെ പട്ടിയെ കാണിച്ചു, പാച്ചി ഉണ്ടായിരുന്നില്ലേ, പാച്ചിയെ കാണിച്ചു തന്നെ. പാച്ചി എന്റെ പുറകെ പോയപ്പോൾ അതാണ് കാണിച്ചപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങനെ അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് പാമ്പിനെ അകത്ത് കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയ എക്സ്പീരിയൻസ് റിക്കീനെ പാമ്പ് കടിച്ചപ്പോഴാണ്. ശംഖുവരെ. It was really crazy. But anyway, all I wanted to let you guys know is be careful. നിങ്ങൾ ഇങ്ങനെ കുറേ ചെടികളൊക്കെ ഉള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ you guys need to be very careful about snakes because ഇപ്പം April, May മാസങ്ങളിൽ കൂടുതലാണ്. This is the time they kind of come into your homes. പക്ഷേ the only request is അതിനെ പിടിക്കാൻ പറ്റിയാൽ പിടിക്കൂ, അല്ലെങ്കിൽ we have a lot of people who help us in rescuing snakes. So contact them. ഈ വീഡിയോൻ്റെ അടിയിൽ I'll try to put a few links and numbers so you can give a call to them because I don't want to unnecessarily, kill an animal because ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, they are not coming here to harm us in any way. They are just coming in for shelter. And I think that's fair, But yeah, as human beings, ചെറുപ്പത്തിലെ പാമ്പുകളെയൊക്കെ പേടിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയതുകൊണ്ട് we are scared. We are definitely scared. Poisonous ആണെങ്കിൽ we are even more scared. So we need to learn how to handle them. So ഞങ്ങളുടെ visitors പോവാൻ സമയമായി. അവരുടെ ആൾക്കാരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഐ എം പ്രിറ്റി ഷുവർ ഇവർ രണ്ടുപേരും റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും കുറേ അധികം അണലി ബേബീസ് ഇങ്ങോട്ട് വരാനിരിക്കുന്നു എന്നും എനിക്ക് തോന്നുന്നു, വിച്ച് ഇസ് എ വെരി സ്കെയറി തോട്ട്. ബട്ട് ടു ബി വെരി ഓണസ്റ്റ്, ഞങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയൊരു ഫാമിലി ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് എപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നാലും ഇതിന് ബുദ്ധിമുട്ടില്ലാതെ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആകെ ഒരു പ്രാവശ്യം എൻ്റെ പട്ടിയെ കടിച്ചു, വിച്ച് വാസ് വെരി ട്രോമാറ്റിക്. ബട്ട് ഈവൻ ദെൻ we understand why this happens. But yeah, let's hope that continues. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കൂ. Please pray. എൻ്റെ മുഖത്തേക്കിൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നു അല്ലേ. ആക്ച്വലി പ്ലാസ്റ്റിക്കിനകത്താണെങ്കിലും ബോട്ടിലിനകത്താണെങ്കിലും നമ്മളുടെ കയ്യിൽ ഇത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് വെരി വെരി സ്കെയറി ബിക്കോസ് ഐ ഡോണ്ട് നോ, പ്ലാസ്റ്റിക്കിനുള്ളിൽ കൂടെ ഒക്കെ പോയിസം പുറത്ത് വന്നാലോ whatever. It's super scary. Anyway, there you go. Take a look. നല്ല കൊതുകുണ്ട്. പുറത്തിറങ്ങാൻ വേണ്ടി ഡെസ്പറേറ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബേബി. പക്ഷേ ആസ് ഐ സെഡ്, ഈ ബേബി ഈസ് നോട്ട് വെൽ. ഒട്ടും വയ്യ, എന്തോ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ട്. സോ ഐ ഹോപ്പ് ഇറ്റ് ഹീൽസ് ഫാസ്റ്റ്. അതുകൊണ്ട് വളരെ ക്വയറ്റാണ്. നോ ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് ദി ഐഡിയൽ വേ ഓഫ് ക്യാച്ചിങ് ദം. പക്ഷേ ഞങ്ങളിതാ കുറേ ഇതിൻ്റെ മുകളിൽ ഓട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ആസ് യു കൻ സീ, ഞങ്ങളുടെ റോൾഡ് ഓട്സ് ബോക്സിനൊരു ഉപയോഗമൊക്കെ ഉണ്ടായി. But it's crazy, right? Like, it's so dangerous. But I feel for them as well because, I mean, പാവം അവർ മനഃപൂർവ്വമൊന്നും അല്ലല്ലോ കയറി വരുന്നത്. But they're beautiful animals, I must say. I think they are so beautiful. I hope they, get released and are healthy and safe and grow up well and don't harm anyone. Wow. സോ ഞങ്ങളുടെ വീട്ടിൽ മാത്രമല്ല ഈ ഏരിയയിൽ പാമ്പ് വരുന്നത് എന്ന് കേട്ട് ഞാൻ ആശ്വസിച്ചിരിക്കുകയാണ്. വൈ? ബിക്കോസ് അമ്മ ജസ്റ്റ് ടോൾഡ് മീ സംതിങ്, സോ ഐ ആം ഗോണ ആസ്ക് ഹർ അഗൈൻ. ഓക്കെ അമ്മ, എന്താ ഇത് കണ്ടോടി? അതെന്താ? നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിലും ക്ലോസപ്പ്. അമ്മ ഇതിന്റെ ബ്രദറോ സിസ്റ്ററോ ആണെന്ന് തോന്നുന്നു. 10-30 കാണും. അയ്യോടാ, എന്ത് ചെയ്യുന്ന എനിക്കറിഞ്ഞൂടാ. അയ്യോ, ഇതെവിടെയാണോ അവ ഉണ്ടായേക്കണേ? ആ പറമ്പിൽ നിന്ന് ഉണ്ടായിട്ട് ഇങ്ങോട്ട് വന്നേക്കുമല്ല. പറമ്പില് വലിയ ഇതിന്റെ തളയായിരിക്കും. അവിടെ ഒരെണ്ണം കണ്ടു. വലുതിനെയോ? അത് മാത്രല്ല, ഒരു പാമ്പ്, ഫീമെയിൽ പാമ്പ് എത്ര പ്രസവിക്കുന്ന അറിയോ? 30-35 എണ്ണം ഉണ്ടാവും. നന്നായി. അതിൽ 3 എണ്ണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബാക്കി ഒരു 32 എണ്ണം കൂടെ. Whatever it is, പ്രാർത്ഥിക്കൂ. എൻ്റെ അഭിപ്രായം, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിച്ച് അവര് നമ്മൾ ആമേടയില് പോയിട്ട് ഒരു പ്രാർത്ഥന നല്ലതായിരിക്കും. എനിവേ, സർപ്പത്തിന്റെ ദൈവം ആരാമേ? അല്ല, സർപ്പത്തിന്റെ ദൈവമല്ല, സർപ്പം നാഗരാജൻ. നാഗരാജ്. ഇപ്പൊ അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ, ആരും കേട്ടില്ലല്ലോ. അമ്പലത്തിലൊന്നും പോകണ്ട, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥന എപ്പോഴും ദൈവത്തെ, അതുകൊണ്ടല്ലേ ഒരു 5-6 കണ്ടിട്ടും ദൈവം കാത്തു സൂക്ഷിക്കണത്. നമ്മുടെ വീട്ടിൽ നിന്ന് ദൈവമേ കാണരുതെന്ന് പറയും. എന്ത് ചെയ്യാനാ? പെറ്റ് വരിക, അവര് മുമ്പിൽ വന്ന് ചെയ്യാൻ പറ്റില്ല. അതുങ്ങൾക്ക് നടക്കണ്ടേ പറഞ്ഞ പോലെ. സത്യം. എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് നോക്കാം. എവിടെ? ഓ, കുറച്ചുകൂടെ വലുതാണോ? സെയിം ആട്ടോ. സെയിമാണ്. അതിന്റെ അനിയന്മാരും ചേട്ടന്മാരും ഒക്കെയാ. ഓ മൈ ഗോഷ്, കണ്ടോ? Oh, that's crazy. That's crazy. Oh my gosh. എന്താ പറഞ്ഞേ? ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട്. കീരിയുണ്ട്. കീരി ഉണ്ടായിട്ട് പാമ്പ് പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലായി. അതിപ്പോ കീരി മഴ കാരണം പോയിട്ടുണ്ടോ? അല്ല, ഇപ്പൊ എനിക്കൊന്ന് പണ്ടത്തെ പോലെ
പണ്ടത്തെ കീരി പോലെയല്ല ഇപ്പോഴത്തെ കീരി എല്ലാം മാറി. ഇപ്പം എന്താണ് 21-ാം നൂറ്റാണ്ടിലെ കീരിയാണ്. മൃഗങ്ങളാണ് ഇപ്പൊ എല്ലാം. അവരും എംപവർമെന്റ് എന്ന് പറഞ്ഞ് നടക്കുവന്നു. പക്ഷെ എന്ത് ചെയ്യും അമ്മ ഇങ്ങനത്തെ കാലം എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോ നോക്കി ഇപ്പൊ കാണുന്നിടത്തൊക്കെ പാമ്പാ വിഷ്വൽസില്. പക്ഷെ നല്ലതാ പാമ്പ് വീട്ടിൽ വരുന്നത് ഞാൻ പേടിച്ച് യോഗയൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ പറഞ്ഞു. മെഡിറ്റേഷൻ ചെയ്യും അമ്മ. മെഡിറ്റേഷൻ 5 മിനിറ്റ്. പേടിയായി രാത്രിയിലായപ്പോ എന്റെ സംശയം ഞാനാണ് അതിനെ ചവിട്ടിയെന്ന്. I know, so sad. It's so sad. പക്ഷെ ചവിട്ടിയത് ആരാണോ? ചവിട്ടലാണോ ഇനി നേരത്തെ വല്ലതും പറ്റിയതാണോ? അല്ല ചവിട്ടി അതാ നമ്മുടെ കാപ്പറ്റിന്റെ അടിയിലായതുകൊണ്ട് ചിലപ്പോൾ ചവിട്ടിയതാവാൻ സാധ്യതയുണ്ട്. അടിയിൽ എങ്ങനെ പക്ഷെ ബാലിന്റെ അറ്റത്താ ചവിട്ടിയേക്കുന്നത്. മഞ്ഞ കളറുണ്ട് അവിടെ. സോ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. ഇത് ഇന്നൊന്നും തീരും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഞങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ബട്ട് വി റിയലി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ദിസ് ബിക്കോസ് ഐ ഗെസ് ഇവരുടെ കൂടെ നമ്മളൊക്കെ മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് ജീവിച്ച് പഠിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. പക്ഷേ പോയിസണസ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണ് അല്ലേ? വിഷമുള്ളത് കൊണ്ടുള്ളൊരു ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്തോരം കൊതുകും നമ്മൾ ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കുന്നു. എലി നമ്മൾ, പല്ലി നമ്മൾ, മറ്റേ സാധനം കോക്രോച്ച് എല്ലാം നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ പാമ്പെന്ന് പറയുമ്പം വിഷം മനുഷ്യരുടെ ജീവിതം എടുക്കാൻ പറ്റത്തക്ക സീരിയസ് അളവിലുള്ളത് കൊണ്ടാണ് ഈ ഒരു പേടി ആൻഡ് ടെൻഷൻ. ആൻഡ് ഇറ്റ്സ് ജസ്റ്റിഫൈഡ്. സോ വാട്ട് ടു ഡു നൗ? സം സജഷൻസ്, അഡ്വൈസ്. നിങ്ങളുടെ കയ്യിൽ വല്ല ഐഡിയാസ് ഉണ്ടോ എങ്ങനെ ഈ പാമ്പുകൾ നമ്മുടെ വീട്ടിനകത്ത് വരാതിരിക്കാൻ പറ്റും? അല്ലെങ്കിൽ എങ്ങനെ ഇവരെ ഐ ഡോണ്ട് നോ, ജസ്റ്റ് എനിത്തിങ് വുഡ് ബി ഹെൽപ്ഫുൾ. റിയോ എൻ്റെ ഡേർട്ടി പപ്പിയാണ്. റിയോ കൂട്ടത്തിൽ ഏറ്റവും അലവലാതി പപ്പിയാണ്. അവിടെ നിൽക്കൂ, ചോദിക്കട്ടെ. നീ അൺലിയുടെ പുറകെ ഓടിയോ? അൺലിയുടെ? ഇറ്റ്സ് ഡേഞ്ചറസ്. കടിച്ചാൽ എന്ത് ചെയ്യും? വൈ ആർ യു സോ ഡേർട്ടി റിയോ? വാട്ട് എ പോക്കിരി യു ആർ. എൻ്റെ വീട്ടിലെ പോക്കിരിയായി മാറിയിട്ടുണ്ട്. ലോക്കി, യു ആർ എ നോട്ടി ബോയ് ടുഡേ. എന്തിനാണ് റോട്ടിലേക്ക് ഓടിയത് മറ്റു ഡോഗ്സിന്റെ ബിഹൈൻഡ്? അടിയും കിട്ടി, നല്ല അടി കിട്ടി എൻ്റെ ഇന്നവന്. നീ എങ്ങാനും കുസൃതി കാണിച്ചിട്ടുണ്ടല്ലോ. വെരി ബാഡ് യു ആർ ഓൾസോ. വൈ ഡിഡ് യു റൺ ബിഹൈൻഡ് ദം? ഇവിടെ അതിനെക്കാട്ടും വലിയ ഇഷ്യൂ നടക്കുമ്പോഴാണ് നിങ്ങൾ പട്ടിയുടെ പുറകെ ഓടുന്നത്. യു ആർ എ വെരി കുസൃതി ബോയ്. എനിവേ ഇറ്റ്സ് ഓക്കെ. റിയോ, നിന്റെ മുഖം ഒരു ഷിറ്റ്സുവിൻ്റെ പോലെ. അയ്യോ എൻ്റെ ചെക്ക, എന്ത് അഴുക്കടാ നിനക്ക്. ഇതെന്താ അമ്മ ഇവനിങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചിരിക്കുന്നു? നോക്കൂ, മാങ്ങയുടെ തോല്. യാക്ക്. എന്താ റിയോ നീ ഇത്ര ഡേർട്ടി? റിയോ നീ? നിന്റെ നാളെ ഇരിക്കുന്ന കാണണം. എന്ത് സുന്ദരിയായിട്ടിരിക്കണം. ഞാൻ നിന്നെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകും. ബിക്കോസ് ഇറ്റ്സ് സേഫർ ഫോർ യുവർ ലൈഫ് എന്നെനിക്ക് തോന്നുന്നു. സോ ഇനി ഫോറസ്റ്റ് ഒഫീഷ്യൽസ് വന്ന് ഈ 2 വൈപ്പർ ബേബീസിനെയും കൊണ്ടുപോയി ഒരു സേഫ് പ്ലേസിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളിപ്പോൾ ഇവിടെ കാത്തിരുന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഇറ്റ് വാസ് എ ക്രേസി 24 hours ഫോർ us. നിങ്ങൾക്കും ഇങ്ങനത്തെ സിമിലർ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, ആൻഡ് ഐ വിൽ ലീവ് യു നൗ വിത്ത് എ പാർട്ടിംഗ് ഷോട്ട് ഓഫ് our new visitors and our new baby friends. Cool, lots of love. Don't forget to like, share and subscribe to my videos. This is Ranjini Haridas saying bye. That's crazy.